ലൈഫ് ഓഫ് ട്രാവൽസിന്റെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ലുലുമാളാണ്. ലുലുമാളിന്റെ ഫ്രണ്ടിലെ ഗേറ്റിലാണ് നമ്മളുള്ളത്. നമുക്ക് ലുലുമാളിന്റെ വർക്ക് എത്രയായിരുന്നു നോക്കാം. വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം. അകത്തേക്ക് നമുക്ക് പ്രവേശനമല്ല, എങ്കിലും നമുക്ക് ഔട്ട്സൈഡിൽ നിന്നും നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ലുലുമാളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലുലുമാളിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ആയിട്ടില്ല. ഓപ്പണിംഗ് നവംബറിലാണ് ഓപ്പണിംഗ് ആവുക. നവംബർ പകുതിയോടാണ് ഓപ്പണിംഗ് ഉണ്ടാവുക എന്നാണ് ഇവിടുന്ന് അറിയിച്ചത്. ഇപ്പൊ നമ്മൾ ഗേറ്റിന്റെ ഫ്രണ്ടിലാണുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ലുലുമാളിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമായിക്കൊണ്ട് നമ്മുടെ കോട്ടയം ലുലുമാൾ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ കോട്ടയം ലുലുമാളിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നാട്ടകം മണിപ്പുഴ ടൗണിനോട് ചേർന്നാണ് നമ്മുടെ കോട്ടയം ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത്. ലുലുവിന്റെ ചുറ്റുമതിലുകളിലെല്ലാം തന്നെ കോഴിക്കോട് ലുലുവിൽ കണ്ടതുപോലെ തന്നെയുള്ള ഫോട്ടോസും ഫ്രെയിമുകളും അവരുടെ പ്രോഡക്ട്സുകളും എല്ലാം വെച്ചിട്ടുള്ള നമ്മളൊരു നല്ല ഒരു ഫ്രെയിം തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ലുലുവിന്റെ ഇനോഗ്രേഷൻ തീയതി കൺഫേം ആയിട്ടില്ല എങ്കിലും നവംബർ പകുതിയോടെ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ നിപ്പോൺ ടയോട്ട ഷോറൂമിന്റെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കോട്ടയം ലുലുമാൾ വരുന്നത്. നമ്മുടെ കോഴിക്കോട് ലുലുമാളിനെ സംബന്ധിച്ചിടത്തോളം
വളരെ ചെറിയൊരു ലുലുമാൾ തന്നെയാണ് കോട്ടയം ലുലുമാൾ. പാർക്കിംഗ് ഏരിയയും വളരെ കുറവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഉദ്ഘാടന ശേഷം അറേഞ്ച്മെന്റ് മാറുമോ എന്നും അറിയില്ല. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളൊന്നും തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട്, ലുലു ഫാഷൻ, ഫണ്ടൂറ തുടങ്ങിയ ഗെയിം സെക്ഷനുകളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോട്ടയം ലുലുമാളിന്റെ ബിൽഡിംഗ് സ്ട്രക്ചറുകളിലും മറ്റും നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ലുലുമാളാണ് വലിയ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും നല്ല ട്രാഫിക് ഉള്ള ഏരിയ തന്നെയാണ്. കോട്ടയം ട്രിവാൻഡ്രം റോഡ് കടന്നു പോകുന്ന അതിന്റെ സൈഡിൽ തന്നെയാണ് ലുലു സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബൂമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഇവിടെ കാണുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇനി ഭാവിയിൽ നമ്മുടെ യൂസഫലി സാർ ഇടപെട്ട് ഈ റോഡിന് വികസനം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കുമെന്ന് തോന്നുന്നു. ലുലു വരുന്നതോടുകൂടി ഈ ഏരിയയിൽ തന്നെ നല്ലൊരു കൊമേഴ്ഷ്യൽ ഗ്രോത്തിന് സാധ്യത കാണുന്നുണ്ട്. ഷോപ്പുകൾ, ഓഫീസുകൾ, അതുപോലെ ഹോട്ടലുകൾ എന്നിവയെല്ലാം വരുവാനും ഒരുപാട് ജോലി സാധ്യതകളുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിയില്ലാത്തവർക്കും ഒരുപാട് ജോലി സാധ്യതകൾ ലഭിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ലുലു വരുന്നതോടുകൂടി റിയൽ എസ്റ്റേറ്റ് രംഗങ്ങളിൽ വില കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇനി നമുക്ക് കോട്ടയം ലുലുവിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. എല്ലാവരും എപ്പോഴും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് കോട്ടയം ലുലുവിന്റെ അകത്ത് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഉണ്ടോ എന്നുള്ളത്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇതിനകത്ത് ഇല്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിച്ചത്. എന്തായാലും കോട്ടയം ലുലുമാളിൽ തിയേറ്റർ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ കോട്ടയം ലുലുവിന്റെ എൻട്രൻസ് ഗേറ്റ് വളരെ ചെറുതു തന്നെയാണ്. കോട്ടയം ലുലുമാളിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ 3,23,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ആകെ ഏരിയ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ടെറസ് തുടങ്ങിയ ഏരിയ എടുക്കുകയാണെങ്കിൽ 14 മീറ്റർ ഉയരമാണ് കോട്ടയം ലുലുമാളിന് വരുന്നത്. ഇവിടെ വരുന്ന 3,23,000 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 1,00,000 സ്ക്വയർ ഫീറ്റ് എന്തായാലും ലുലു ഹൈപ്പർ മാർക്കറ്റിന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് നമ്മൾ ഇപ്പോൾ കാണുന്ന തിരക്ക് പരിഗണിച്ച് ഇവിടെയും നല്ല തിരക്ക് അനുഭവപ്പെടാനാണ് സാധ്യതയെന്നാണ് കണക്കുകൂട്ടൽ. കൂടാതെ ലുലു കണക്ട്, ലുലു ഫാഷൻ, ലുലു ഫണ്ടൂറ തുടങ്ങിയ ഗെയിം സെക്ഷനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കോട്ടയം ലുലുമാളിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ
നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. ഈ എപ്പിസോഡ് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. ഇറ്റ്സ് മീ ലൈഫ് ഓഫ് ട്രാവലേഴ്സ് സൈനിങ് ഓഫ്.